കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായി നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് കണ്ടു. ഇന്ന് നമുക്കൊരു പുതിയ പാർട്ട് ഡിസ്കസ് ചെയ്യാം. മെഷർമെൻറ്റ് ഓഫ് ബേസ് ക്വാണ്ടിറ്റീസ് ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം there are 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ. ലെങ്ത്, മാസ്, ടൈം എന്നീ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് നമുക്കറിയാം, സ്കെയിലാണ്. സാധാരണ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം 1 മില്ലിമീറ്ററാണ്. 1 മില്ലിമീറ്ററിനേക്കാളും കുറഞ്ഞ ഒരു ഡിസ്റ്റൻസ് നമുക്കൊരു ഓർഡിനറി സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്കൂളിലെ ഫിസിക്സ് ലാബിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ്, സ്പിറോമീറ്റർ തുടങ്ങിയ ഡിവൈസസ് യൂസ് ചെയ്യും. ഈ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് 1 മില്ലിമീറ്ററിനേക്കാളും കുറഞ്ഞ ഡിസ്റ്റൻസുകൾ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജ് ഡിസ്റ്റൻസസ് എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ്. ലാർജ് ഡിസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ്, മറ്റ് പ്ലാനറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകൾ എങ്ങനെ മെഷർ ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് പാരലാക്സ് മെത്തേഡ്. നമുക്കാദ്യം എന്താണ് ഈ പാരലാക്സ് എന്നറിയണമെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനെയാണ് നമ്മൾ ഈ പാരലാക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വൈറ്റ് കളർ സർഫേസ്, വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു ഭിത്തി മതി. ആ വൈറ്റ് കളർ സർഫേസിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ മുൻപിൽ നിങ്ങളൊരു പേന ഇങ്ങനെ പിടിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു വൈറ്റ് കളർ സർഫസിലെ ഒരു പോയിൻറ്റിന് മുന്നിലേക്ക് ഇങ്ങനെ ഒരു പേനയോ എന്തെങ്കിലും ഒരു മാർക്കർ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ റൈറ്റ് ഐ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഐ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പൊസിഷനെ കാണുക. എന്നിട്ട് ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്തുകൊണ്ട് റൈറ്റ് ഐയിലൂടെ ഈ മാർക്കറിൻ്റെ പൊസിഷൻ നോക്കുക. നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ഒബ്സർവേഷൻ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒബ്സർവേഷൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ 2 കണ്ണുകളാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ഒബ്സർവേഷൻ പോയിൻറ്റ്സ് ഈസ് കോൾഡ് ബേസിസ്. നമുക്ക് ഈ പാരലാക്സ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻറ്റ് പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫിഗറിലേക്ക് നോക്കി നിങ്ങൾ. എർത്തിൻ്റെ സർഫസിലെ 2 ഒബ്സർവേഷൻ പോയിൻറ്റ്സ് ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ എ എന്നും ബി എന്നും കാണാം. എസ് എന്നത് ഒരു ഡിസ്റ്റൻറ്റ് സ്റ്റാറാണ്. ഡിസ്റ്റൻറ്റ് സ്റ്റാറോ ഒരു പ്ലാനറ്റോ എന്തെങ്കിലുമാണ് ആ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. എ എന്ന ഒബ്സർവേഷൻ പോയിൻറ്റിൽ നിന്നും ബി എന്ന ഒബ്സർവേഷൻ പോയിൻറ്റിൽ നിന്നും നമ്മൾ ഈ ഓബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻസ് ഓഫ് ഒബ്സർവേഷൻസിനിടയിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിളിനെ നമ്മൾ പറയുന്ന പേര് പാരലാക്സ് ആംഗിൾ ഓർ പാരലാറ്റിക് ആംഗിൾ എന്നാണ്. ഞാൻ ഈ ഫിഗറിൽ ആ ആംഗിളിനെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ഒബ്സർവേഷൻ പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസിനെ എന്ന് പറഞ്ഞാൽ ബേസിസിനെ നമുക്ക് സ്മോൾ ഡി എന്നും സ്റ്റാർ മുതൽ എർത്ത് വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ക്യാപിറ്റൽ ഡി എന്നും മാർക്ക് ചെയ്യാം. സ്റ്റാർ മുതൽ എർത്ത് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്റ്റാർ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസും ആവാം, സ്റ്റാർ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും ആവാം. ഇത് രണ്ടും സെയിം ആണ് എന്ന് ഓർക്കുക. ആ ഡിസ്റ്റൻസിന് ഞാൻ ക്യാപിറ്റൽ ഡി എന്നും ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ ഈ കോംപ്ലിക്കേഷൻസ് അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് സിമ്പിളായി വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് എയും ബിയും 2 ഒബ്സർവേഷൻ പോയിൻറ്റ്സ് ആണ്.
ആ ഒബ്സർവേഷൻ പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. എസ് എന്നതാണ് നമ്മുടെ സ്റ്റാർ. എസ് മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് ബി ഈസ് മാർക്ക്ഡ് ആസ് ഡി ഇൻ ദ ഫിഗർ. ക്ലിയർ അല്ലേ? ഫിഗർ നന്നായി മനസ്സിലായില്ലേ? ഈ രണ്ട് ഡയറക്ഷൻസ് ഓഫ് ഒബ്സർവേഷനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെയാണ് നമ്മൾ നേരത്തെ പാരലാക്സ് ആംഗിൾ എന്ന് പറഞ്ഞത്. ഫിഗറിൽ ഞാൻ അതിന് തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാരലാക്സ് ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ പ്രത്യേകത ദാറ്റ് വിൽ ബി എ വെരി വെരി സ്മോൾ ആംഗിൾ. തൊട്ട് മുമ്പിൽ കഴിഞ്ഞ ഫിഗറിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതാണ്. അങ്ങനെ സ്മോൾ ആംഗിൾ ആയതുകൊണ്ടും എസ് എ എന്ന ഡിസ്റ്റൻസും എസ് ബി എന്ന ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ടും എ ബി എന്ന ഡിസ്റ്റൻസിനെ നമുക്ക് ഒരു സർക്കിളിൻ്റെ ആർക്കായി ഇമാജിൻ ചെയ്യാം. അപ്പോൾ എസ് എന്നത് ആ സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി നോ ദ ഡെഫിനിഷൻ ഫോർ ദി ആംഗിൾ. വി ഹാവ് തീറ്റ ഈക്വൽസ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓർ തീറ്റ ഈക്വൽസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ഇതിൽ ഈ സ്മോൾ ഡി എന്നത് നമ്മുടെ രണ്ട് ഒബ്സർവേഷൻ പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്കറിയാം. ദെൻ തീറ്റ വി ക്യാൻ മെഷർ. തീറ്റ എന്ന വാല്യൂവും സ്മോൾ ഡി എന്ന വാല്യൂവും അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഡി which is the distance between star and the earth can be very easily calculated. ഈ കാൽക്കുലേഷനിൽ നമ്മളൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് തീറ്റ എന്നതൊരു ആംഗിളാണ്. ഈ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ ആയിരിക്കണം, ഡിഗ്രിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എന്താണ് റേഡിയൻ മെഷർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. ഈ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഡിസ്റ്റൻ്റായ പ്ലാനറ്റ്സിൻ്റെയും സ്റ്റാറിൻ്റെയും ഒക്കെ ഡയമീറ്റർ മെഷർ ചെയ്യാനും പറ്റും. അങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ ആ പ്ലാനറ്റും എർത്തുമായുള്ള ഡിസ്റ്റൻസ് നമ്മൾ അറിയണം. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ അറിയണം. നിങ്ങൾ ഫിഗറിലേക്ക് നോക്കുക. ഈ ഫിഗറിൽ ഞാനൊരു പ്ലാനറ്റ് അല്ലെങ്കിൽ സ്റ്റാർ കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റാറിൻ്റെ ഡയമീറ്ററിനെയാണ് ഞാൻ സ്മോൾ ഡി എന്ന് മാർക്ക് ചെയ്യുന്നത്. ഈ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡും ഞാൻ എ എന്ന ഒബ്സർവേഷൻ പോയിന്റിൽ നിന്നും ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ വന്ന ഡിഫറൻസ് നോക്കുക. ഒരു ഒബ്സർവേഷൻ പോയിൻ്റേ ഉള്ളൂ. എ എന്ന ഒബ്സർവേഷൻ പോയിന്റിൽ നിന്നും ഈ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഫിഗറിൽ ആൽഫ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ആംഗിൾ കാണാം. ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ആ പ്ലാനറ്റിൻ്റെ ആംഗുലാർ ഡയമീറ്റർ എന്ന്. ഫ്രം ദ ഫിഗർ വി ക്യാൻ ഫോം ദ ഇക്വേഷൻ ആൽഫ ഈക്വൽസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. ഇവിടെയും ഒക്കെ നമ്മൾ ആംഗിളിൻ്റെ ബേസിക് ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ അറിയാമെങ്കിൽ ആൽഫ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ യു ക്യാൻ മെഷർ സ്മോൾ ഡി. ഇങ്ങനെയാണ് നമ്മൾ പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ ആംഗുലാർ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത് എല്ലായ്പ്പോഴും റേഡിയൻ മെഷറിലായിരിക്കണം. ഈ റേഡിയൻ മെഷർ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതൂ. എക്സ്പ്രസ് ദ ഫോളോയിങ് ആംഗിൾസ് ഇൻ റേഡിയൻസ്. നമ്പർ 1, 1 degree. നമ്പർ 2, 1 minute. ആൻഡ് നമ്പർ 3, 1 second. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡിഗ്രിയിലും മിനിറ്റ്സിലും സെക്കൻഡ്സിലുമാണ് ഞാൻ ആംഗിൾസ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾസിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആംഗിളിൻ്റെ SI യൂണിറ്റായി റേഡിയൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ റിലേഷൻ കണ്ടിരുന്നു. 360 ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് എഴുതാമല്ലോ, 1 degree ഈക്വൽസ് 2π by 360 റേഡിയൻ. 2π by 360 മീൻസ് 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ യു ക്യാൻ റൈറ്റ് 1 degree ഈക്വൽസ് π by 180 റേഡിയൻ. കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയ ഒരു ഇക്വേഷനാണിത്. 1 degree ഈക്വൽസ് π by 180 റേഡിയൻ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി ഇതിൻ്റെ വാല്യൂ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പൈക്ക് പകരം ഞാൻ അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു 3.14 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 degree ഈക്വൽസ് 3.14 ഡിവൈഡഡ് ബൈ 180 റേഡിയൻ. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നോക്ക്. 1 degree ഈക്വൽസ് 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ.
ഇതാണ് 1 ഡിഗ്രിയുടെ വാല്യൂ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, 1 മിനിറ്റ്സ് എത്ര റേഡിയൻ ആണ് എന്നാണ്. നമുക്ക് ഈ ആൻസറിൽ നിന്നും വളരെ ഈസിയായി അതിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നോക്ക്, 1 ഡിഗ്രി ഈക്വൽസ് 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ. ഇത് 1 ഡിഗ്രിയാണ്. നമുക്കറിയാം 60 മിനിറ്റ്സ് ചേരുന്നതാണ് 1 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. 60 മിനിറ്റ്സ് ഈക്വൽസ് 1.745 ഇൻറ്റു 10⁻⁻² റേഡിയൻ അല്ലേ. ഈ കാണുന്നത് 60 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യൂ. സോ 1 മിനിറ്റ് ഈക്വൽസ് ചെയ്ത് നോക്കൂ, 1.745 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 60. അത് ചെയ്ത് നോക്കൂ, എത്ര ആൻസർ വന്നേ നോക്കൂ. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് 1 മിനിറ്റ് ഈക്വൽസ് 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. കൺവേർഷന് വേണ്ടിയിട്ട് ഈ റിലേഷൻ കൂടി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇതുപോലെ തേർഡ് പാർട്ട് വളരെ ഈസിയായി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ കിട്ടിയ റിസൾട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റ് ഈക്വൽസ് 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻസ് അല്ലേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സാ? 60 സെക്കൻഡ്സ്. സോ 60 സെക്കൻഡ്സ് ഈക്വൽസ് 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. ബാക്കി ഞാൻ ചെയ്യേണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. 60 സെക്കൻഡ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇഫ് സോ 1 സെക്കൻഡ് വിൽ ബി, അതെ, ഇതിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്ത് നോക്കൂ. സോ 1 സെക്കൻഡ് ഈക്വൽസ് 4.847 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. ഇതാണ് ആൻസർ. ഇനി നമുക്ക് പാരലാക്സ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വരാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, എഴുതൂ, ഒന്ന് ക്വസ്റ്റ്യൻ എഴുതൂ. ദ മൂൺ ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2 diametrically opposite points A and B on Earth. The angle theta subtended at the moon by the 2 directions of observations is 1 degree 54 minutes. Given the diameter of Earth to be about 1.276 into 10⁻⁷ meter, compute the distance of the moon from Earth. കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി വായിച്ചു നോക്കൂ. മൂൺ ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2 diametrically opposite points A and B on Earth. ഇതാ ഫിഗറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു ഡയമീറ്ററാണ്. ആ ഡയമീറ്ററിൻ്റെ 2 n പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ മൂണിനെ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ മൂണിൽ സബ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ വാല്യൂ തന്നു 1 degree 54 minutes. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് തീറ്റ. സോ തീറ്റ ഈക്വൽസ് 1 degree 54 minutes. ഇനി ക്വസ്റ്റ്യൻ നോക്കി, ഡയമീറ്റർ ഓഫ് ദ എർത്ത് ഓൾസോ ഈസ് ഗിവൺ 1.276 ഇൻറ്റു 10⁻⁷ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ സ്മോൾ ഡി ഈസ് 1.276 ഇൻറ്റു 10⁻⁷ മീറ്റർ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോബ്ലം, വാല്യൂ ഓഫ് തീറ്റ ഈസ് 1 degree 54 minutes എന്നാണ് തന്നിരിക്കുന്നത്. 1 degree 54 minutes എന്ന് പറഞ്ഞാൽ ആ 1 ഡിഗ്രിയെ കൂടി നമ്മൾ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം 60 minutes പ്ലസ് 54 minutes അല്ലേ. ദാറ്റ് മീൻസ് ടോട്ടൽ 114 minutes. ഈ 114 മിനിറ്റ്സിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. തീറ്റ ഈക്വൽസ് 114 ഇൻറ്റു 2.908 ഇൻറ്റു 10⁻⁻4 റേഡിയൻ. തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് തീറ്റ 3.315 ഇൻറ്റു 10⁻⁻2 റേഡിയൻ. നൗ യു ടേക്ക് ദി ഇക്വേഷൻ തീറ്റ ഈക്വൽസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. നമുക്ക് ഈ ക്യാപിറ്റൽ ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തീറ്റയുടെയും സ്മോൾ ഡിയുടെയും വാല്യൂസ് നിങ്ങൾക്കറിയാം. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്തു നോക്കൂ, പെട്ടെന്ന് ചെയ്തു നോക്കൂ. ഇനി മുതൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അതുകൊണ്ടൊരു കാൽക്കുലേറ്റർ കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറയൂ. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ്
849 ഇൻറ്റു 10⁸ മീറ്റേഴ്സ്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. എഴുതും. When the planet Jupiter is at a distance of 824.7 million kilometers from Earth, its angular diameter is measured to be 35.72 seconds of an arc. Calculate diameter of Jupiter. ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കൂ. ഈ ഫിഗറിൽ ആൽഫ എന്ന ആംഗിളിൻ്റെ വാല്യൂ 35.72 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. അത് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഡി ഈസ് ഗിവൺ. യൂസിങ് ദീസ് ടു വാല്യൂസ് യു ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്മോൾ ഡി. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ 1.428 ഇൻറ്റു 10⁸ മീറ്റർ ആണോ എന്നുകൂടി ചെക്ക് ചെയ്യുക. നമുക്ക് ഇനി ലെങ്തിൻ്റെ ചില സ്പെഷ്യൽ യൂണിറ്റ്സുകളൊന്ന് നോക്കാം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഫിസിക്സ് വളരെ വാസ്റ്റാണ്. ഇതിൽ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് മുതൽ യൂണിവേഴ്സിൻ്റെ സൈസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂക്ലിയസിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു യൂണിറ്റ് ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേര് ഫെർമി എന്നാണ്. ആൻഡ് യു റിമെമ്പർ 1 ഫെർമി ഈക്വൽസ് 10⁻⁻15 മീറ്റർ. ഈ ഫെർമിയുടെ സിമ്പിളായി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ എഫ് ആണ്. എഴുതുമ്പോൾ ക്യാപിറ്റൽ എഫ് ആയി പോകരുത്. ക്യാപിറ്റൽ എഫ് വേറൊരു യൂണിറ്റിൻ്റെ സിമ്പിളാണ്. അതുകൊണ്ട് സ്മോൾ എഫ് തന്നെ എഴുതണം. എസ് ഐയിൽ നമ്മൾ കുറേ മൾട്ടിപ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫെംറ്റോ എന്നൊരു മൾട്ടിപ്പിൾ ഉണ്ട്. ഫെംറ്റോ നമ്മൾ നാനോ, മില്ലി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മൾട്ടിപ്പിളാണ് ഫെംറ്റോ. ഫെംറ്റോയുടെ സിമ്പിൾ സ്മോൾ എഫ് ആണ്. അപ്പോൾ എഫ് എം എന്ന് എഴുതിയാൽ അത് ഫെംറ്റോമീറ്റർ എന്നാവും. ഫെംറ്റോമീറ്റർ 10⁻⁻15 മീറ്റർ തന്നെയാണ്. അത് ഫെർമിക്ക് ഈക്വലാണ്. നമ്മൾ ഓപ്റ്റിക്സിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള യൂണിറ്റ്സിൽ ഒന്ന് ആങ്സ്ട്രം എന്നാണ്. ഇതാണ് ആങ്സ്ട്രം എന്നതിൻ്റെ സിമ്പിൾ. ആൻഡ് 1 ആങ്സ്ട്രം ഈക്വൽസ് 10⁻⁻10 മീറ്റർ. അപ്പോൾ സ്മോൾ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിൽ രണ്ടെണ്ണമാണ് ഈ ഫെർമിയും ആങ്സ്ട്രവും. നമ്മൾ ലാർജ് ഡിസ്റ്റൻസിലേക്ക് വന്നാൽ സ്റ്റാർസിലേക്കും പ്ലാനറ്റ്സിലേക്കുമുള്ള ലാർജ് ഡിസ്റ്റൻസിലേക്ക് വരാം. ലാർജ് ഡിസ്റ്റൻസിൽ ദ ഫസ്റ്റ് യൂണിറ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഈ ഫിഗർ നോക്കൂ. യു ക്യാൻ സി എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് ദി സൺ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എന്ന് നോക്കി, അത് കോൺസ്റ്റൻ്റ് ആണോ എന്ന് നോക്കൂ ഫിഗറിൽ. അല്ല. യു ക്യാൻ സി ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കണ്ടിന്യൂസ്ലി വേരിയിങ്. So we have to go for the average distance between Earth and Sun. ഈ ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് 1 astronomical unit എന്ന്. So remember, 1 astronomical unit is the average distance between Earth and Sun. എന്തുകൊണ്ടാണ് ഈ ആവറേജ് വന്നത് എന്ന് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. And value of 1 astronomical unit is determined as 1.496 into 10⁻11 മീറ്റേഴ്സ്. നേരത്തെ നമ്മൾ 10ൻ്റെ പവർ മൈനസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് 10⁻11 മീറ്റേഴ്സ്. സച്ച് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ലൈറ്റ് ഇയർ. വി നോ ദാറ്റ് ലൈറ്റ് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. അല്ലേ? ചെറിയ ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഈ 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്കത് എത്രത്തോളം ഹ്യൂജ് ആണ് എന്ന് മനസ്സിലാവില്ല. 3 × 10⁸8 മീറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 lakh കിലോമീറ്റേഴ്സ്. സോ ലൈറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 3 lakh കിലോമീറ്റേഴ്സ് ഇൻ 1 സെക്കൻഡ്. നമുക്ക് തിരുവനന്തപുരം മുതൽ ദുബായ് വരെയുള്ള ഡിസ്റ്റൻസ്, എയർ ഡിസ്റ്റൻസ് നിയർലി 3000 കിലോമീറ്റേഴ്സ് ആണ്. ഈ 3000 കിലോമീറ്റർ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്താൻ 8 hours വേണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 6000 കിലോമീറ്റർ ആണ്. ഈ 6000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുന്നത് 8 മണിക്കൂറാണ്. അപ്പോഴാണ് ലൈറ്റ് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്. എത്രത്തോളം ഫാസ്റ്റാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തും ദുബായിലും നമ്മളൊരു റിഫ്ലക്ടർ വെച്ചിട്ട് ഒരു ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ ഒരു സെക്കൻഡിൽ ലൈറ്റിന് 50 പ്രാവശ്യം ദുബായിൽ പോയി തിരികെ വരാൻ കഴിയും. അത്രയും ഫാസ്റ്റായിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫാസ്റ്റായി ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് ഒരു വർഷത്തിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. അതൊരു ഹ്യൂജ് ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് 1 ലൈറ്റ് ഇയർ എന്ന്. സോ 1 ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് that light travels in 1 year with a velocity of 3 into 10 raised to 8 meter per second. ഈ ലൈറ്റ് ഇയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1 ലൈറ്റ് ഇയർ ഈസ് 9.46 into 10 raised to 15 meters. 10 raised to 15 meter. ഇവിടെയും 10 raised to 15 meter എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹ്യൂജ് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ 1 സെക്കൻഡിൽ 50 ടൈംസ് ദുബായിൽ പോയി തിരിച്ചെത്തുന്ന ലൈറ്റ് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്നത് 1 ഇയർ ആണ് എന്നോർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഹ്യൂജ് ഡിസ്റ്റൻസ് ആണ് എന്ന്. യൂണിവേഴ്സിൻ്റെ സൈസിനെ കുറിച്ചറിയാൻ ഇവിടെ നമുക്കൊരു ഹിൻഡ് കിട്ടും. നിങ്ങൾ ആൽഫ സെഞ്ചുറി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന സ്റ്റാർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലേക്ക് എത്താൻ ലൈറ്റ് എടുക്കുന്നത് 4 ഇയേഴ്സും 4 മന്ത്സുമാണ്. അപ്പോൾ ഇത്രയും ഫാസ്റ്റായി സഞ്ചരിക്കുന്ന ലൈറ്റ് 4 വർഷവും 4 മാസവും കൊണ്ടാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള മറ്റൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദൂരെയുള്ള സിസ്റ്റത്തിലേക്ക് എത്താൻ ലൈറ്റ് എടുക്കുന്ന ടൈമിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ദൂരെയായിരിക്കും അത് എന്നും ആലോചിക്കൂ. അത്രത്തോളം ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് പാർസെക്. എന്താ പാർസെക് എന്നറിയാൻ നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾ കാണാം എർത്ത് ഈസ് റിവോൾവിങ് അറൗണ്ട് സൺ. ആ ആവറേജ് ഡിസ്റ്റൻസിനെ ഞാൻ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസ്റ്റൻസ് സ്റ്റാർ ഉണ്ട്. ഈ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന ഓർബിറ്റൽ റേഡിയസ് ഈ സ്റ്റാറിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റാർ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആംഗിളിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ശ്രദ്ധിക്കുക. ആംഗിൾ കുറയുന്നു അല്ലേ? അങ്ങനെ ഈ ആംഗിൾ 1 സെക്കൻഡായി മാറുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 പാർസെക് എന്ന് പറയുന്നത്. പാർസെക്കിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഫിഗർ ഉപയോഗിച്ച് ആ കൺവേർഷൻ പോസിബിൾ ആണ്. ആൻഡ് 1 പാർസെക് ഈക്വൽസ് 3.08 ഇൻറ്റു 10 റൈസ് ടു 16 മീറ്റർ. നമുക്കിനി മാസിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് കൂടി ചിന്തിക്കാം. നമ്മൾ സാധാരണയായിട്ട് മാസിനെ മെഷർ ചെയ്യുന്നത് ഗ്രോസറിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫിസിക്കൽ ബാലൻസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസിനെ മെഷർ ചെയ്യാം. നമ്മളെ അതിശയിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ എർത്തിൻ്റെയൊക്കെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക? ന്യൂട്ടൺ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എർത്തിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ സബറ്റോമിക് പാർട്ടിക്കിൾസ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രജക്ടറിയിൽ ഡീവിയേഷൻ വരും. ആ ഡീവിയേഷൻ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ മാസം കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ഈ ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേര്. മാസിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അത് കിലോഗ്രാമാണ്. ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിൻ്റെ മാസായിട്ടായിരുന്നു നമ്മൾ കിലോഗ്രാമിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സിലിണ്ടറിൻ്റെ പ്രോട്ടോടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ന്യൂഡൽഹിയിലും ഈ സിലിണ്ടറിൻ്റെ പ്രോട്ടോടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ ചെറിയ മാസസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അവസാനമായി നമുക്ക് ടൈമിൻ്റെ മെഷർമെൻറ്റ് കൂടി നോക്കാം. നമ്മളിപ്പോൾ ടൈം മെഷർ ചെയ്യുന്നത് ഒരു സീസിയം ആറ്റത്തിൻ്റെ പീരിയോഡിക് വൈബ്രേഷൻസ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലോക്കിനെ നമ്മൾ ആറ്റമിക് ക്ലോക്ക് എന്ന് പറയാറുണ്ട്. ആറ്റമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം എന്നാണ് അതിനെ പറയാറ്. ഇതിൻ്റെ പ്രത്യേകത 1 ഇയർ ടൈമിൽ
ഈ ക്ലോക്കിൽ വരാവുന്ന മാക്സിമം എറർ 3 മൈക്രോ സെക്കൻഡാണ്. അത്ര ആക്യുറേറ്റായി നമുക്ക് ടൈമിനെ മെഷർ ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്വാർട്സ് ക്രിസ്റ്റലിലെ വൈബ്രേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്വാർട്സ് വാച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യൂണിറ്റ്സിനെയും ആ യൂണിറ്റ്സിൻ്റെ ഡെഫിനിഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ്, BIPM എന്ന് പറയും. ആ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഈ ബ്യൂറോയുടെ ഹിസ്റ്ററി, SI യൂണിറ്റ്സിൻ്റെ ഡെഫിനിഷൻ, SI യൂണിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, SI യൂണിറ്റ്സിൽ ഏതെങ്കിലും യൂണിറ്റ്സിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോഡിഫിക്കേഷൻസ് നടത്തിയത്, ഈ വളരെ അടുത്ത സമയത്ത് ഏതെങ്കിലും SI യൂണിറ്റിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, മോഡിഫൈ ചെയ്ത് വേറെ ഏതെങ്കിലും കോൺസ്റ്റൻറ്റിൻ്റെ ഫോമിലാണോ നമ്മൾ ആ യൂണിറ്റ് ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പ്രിപ്പയർ ചെയ്തിട്ട് ഈ നോട്ട് നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുക. ഇത് ഒരു അസൈൻമെൻറ്റായി നിങ്ങൾ ചെയ്യുക. ഈ ചാപ്റ്ററിലെ പുതിയ ഒരു കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.